എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 45-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ദേശത്ത് കർത്താവിന്റെ ഓഹരി. നിങ്ങൾ സ്ഥലം ഭാഗം വയ്ക്കുമ്പോൾ ഒരു ഭാഗം 25,000 മുഴം നീളവും 25,000 മുഴം വീതിയിലും കർത്താവിന്റെ വിശുദ്ധ ഭാഗമായി നീക്കിവെക്കണം. ആ സ്ഥലം മുഴുവനും വിശുദ്ധമായിരിക്കും. ഇതിൽ 500 മുഴം നീളവും വീതിയുമുള്ള സമചതുരം വിശുദ്ധ മന്ദിരത്തിനുള്ളതാണ്. അതിനു ചുറ്റും 50 മുഴം ഒഴിവാക്കിയിടണം. വിശുദ്ധ മേഖലയിൽ 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും അളന്ന് തിരിക്കുക. അതിൽ വേണം അതിവിശുദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യാൻ. അത് ദേശത്തിന്റെ വിശുദ്ധ ഭാഗമായിരിക്കും. ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടുത്തെ സമീപിക്കുന്നവരുമായ പുരോഹിതന്മാർക്കും വേണ്ടിയായിരിക്കും അത്. അവിടെ ആയിരിക്കും അവരുടെ ഭവനങ്ങളും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും. 25,000 മുഴം നീളവും 10,000 മുഴം വീതിയുമുള്ള ബാക്കി ഭാഗം ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ലേവ്യർക്കുള്ളതാണ്. ഇത് അവർക്ക് വസിക്കാനുള്ള നഗരത്തിനു വേണ്ട സ്ഥലമാണ്. വിശുദ്ധ മേഖലയോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 5,000 മുഴം വീതിയിലും നഗരത്തിനായി സ്ഥലം നീക്കിവെക്കണം. അത് ഇസ്രായേൽ ഭവനത്തിന്റെ പൊതു സ്വത്താണ്, രാജാവിന്റെ അവകാശവും ചുമതലയും. വിശുദ്ധ മേഖലയുടെയും നഗരസ്വത്തിന്റെയും ഇരുവശങ്ങളിലായി അവയോട് ചേർന്ന് കിഴക്കും പടിഞ്ഞാറുമായി ഒരു ഗോത്രത്തിന്റെ ഓഹരി സ്ഥലത്തോളം നീളത്തിൽ രാജാവിന്റെ പടിഞ്ഞാറേ അതിർത്തി മുതൽ കിഴക്കേ അതിർത്തി വരെ നീണ്ടുകിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതായിരിക്കും. ഇസ്രായേലിൽ ഇത് രാജാവിന്റെ സ്വത്തായിരിക്കണം. എന്റെ രാജാക്കന്മാർ എന്റെ ജനത്തെ ഒരിക്കലും പീഡിപ്പിക്കരുത്. ഇസ്രായേൽ ഭവനത്തിന് ഗോത്രങ്ങൾക്ക് അനുസൃതമായ സ്ഥലം അവർ വിട്ടുകൊടുക്കണം. ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ രാജാക്കന്മാരെ മതിയാക്കുക. അക്രമവും പീഡനവും അവസാനിപ്പിച്ച് നീതിയും ന്യായവും നടത്തുവിൻ. എന്റെ ജനത്തെ കുടിയിറക്കുന്നത് നിർത്തുവിൻ. ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു, ശരിയായ ത്രാസും ഏഫായും ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏഫായുടെയും ബത്തിന്റെയും അളവ് ഒന്നായിരിക്കണം. ഹോമറിന്റെ 10 ഏഫ, ബത്തും ഹോമറിന്റെ 10 തന്നെ. ഹോമറായിരിക്കണം അടിസ്ഥാന അളവ്. 1 ഷെക്കൽ 20 ഗേര ആയിരിക്കണം. 5 ഷെക്കൽ 5 ഷെക്കലും 10 ഷെക്കൽ 10 ഷെക്കലും ആയിരിക്കണം. നിങ്ങളുടെ മീന 50 ഷെക്കൽ ആയിരിക്കണം. നിങ്ങൾ സമർപ്പിക്കേണ്ട വഴിപാട് ഇതാണ്: ഗോതമ്പും ബാർലിയും ഹോമറിന് ഏഫായുടെ 1/6, എണ്ണ കോറിന് ബത്തിന്റെ 10 കോർ ഹോമർ പോലെ തന്നെ 10 ബത്ത്. ഇസ്രായേൽ കുടുംബങ്ങൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 200-1 എന്ന കണക്കിൽ സമർപ്പിക്കണം. ഇത് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനുള്ള ധാന്യബലിക്കും ദഹനബലിക്കും സമാധാന ബലിക്കും വേണ്ട കാഴ്ചയാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ ജനമെല്ലാം ഈ കാഴ്ച വസ്തുക്കൾ ഏൽപ്പിക്കണം. ഇസ്രായേലിന്റെ എല്ലാ നിശ്ചിത തിരുനാളുകളിലും അമാവാസികളിലും സാബത്തുകളിലും ദഹനബലിക്കും ധാന്യബലിക്കും പാനീയ ബലിക്കും വേണ്ട വകകൾ കൊടുക്കുക രാജാവിന്റെ കടമയാണ്. ഇസ്രായേൽ ഭവനത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി അവൻ പാപപരിഹാര ബലികൾക്കും ധാന്യബലികൾക്കും ദഹനബലികൾക്കും സമാധാന ബലികൾക്കും വേണ്ടത് നൽകണം. തിരുനാളുകൾ. ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു, 1-ാം മാസം 1-ാം ദിവസം ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കണം. പുരോഹിതൻ പാപപരിഹാര ബലിയിൽ നിന്ന് കുറെ രക്തമെടുത്ത് ദേവാലയത്തിന്റെ വാതിൽപ്പടികളിലും ബലിപീഠത്തിന്റെ 4 കോണുകളിലും അകത്തെ അങ്കണവാതിലിന്റെ തൂണുകളിലും പുരട്ടണം. അശ്രദ്ധയോ അജ്ഞതയോ മൂലം പാപം ചെയ്തവനു വേണ്ടി മാസത്തിന്റെ 7-ാം ദിവസം ഇതുതന്നെ ചെയ്യണം. അങ്ങനെ ദേവാലയത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. 1-ാം മാസം 14-ാം ദിവസം നിങ്ങൾ പെസഹ തിരുനാൾ ആഘോഷിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. അന്ന് രാജാവ് തനിക്കും
ദേശത്തിന്റെ എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം. തിരുനാളിന്റെ 7 ദിവസങ്ങളിലും ദഹനബലിക്കായി ഊനമറ്റ 7 കാളക്കുട്ടിയെയും 7 മുട്ടാടുകളെയും പ്രതിദിനം കൊടുക്കണം. ദിവസേന ഓരോ കോലാടിനെയും അവൻ കർത്താവിന് പാപപരിഹാരമായി നൽകണം. ഓരോ കാളയ്ക്കും ഓരോ മുട്ടാടിനും ഓരോ ഏഫ ധാന്യവും ഓരോ ഏഫയ്ക്കും ഓരോ ഹിൻ എണ്ണയും കൊടുക്കണം. 7-ാം മാസം 15-ാം ദിവസവും തിരുനാളിന്റെ 7 ദിവസങ്ങളിലും പാപപരിഹാര ബലിക്കും ദഹനബലിക്കും അവയ്ക്കുള്ള ധാന്യത്തിനും എണ്ണയ്ക്കും ഇതേ ക്രമം തന്നെ അവൻ പാലിക്കണം.